ഗൈസ്, നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള റിഗ്രഷൻ അനാലിസിസിൽ നിന്ന് നമ്മൾ എന്തായാലും പഠിച്ചിരിക്കേണ്ട കുറച്ച് ക്വസ്റ്റ്യൻസ്, 2-3 ക്വസ്റ്റ്യൻസേ ഉള്ളൂ. അത് നമ്മൾ ക്ലീൻ ആയിട്ട് പഠിച്ച് വേണം പോകാൻ. അതെന്തായാലും നമ്മളൊരു പോസിബിലിറ്റി ആയിട്ട് മുന്നിൽ കണ്ടിട്ട് വേണം മുന്നോട്ട് പഠിക്കാനായിട്ട്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒരു കണ്ടന്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ്. നോക്കി, കറക്റ്റ് ആൻസർ ചൂസ് ചെയ്യാം. ഇഫ് one of the regression coefficients is greater than 1, then the other must be. മക്കളെ, നമുക്കറിയാം റിഗ്രഷൻ കോഎഫിഷ്യൻസ് ആയിട്ടുള്ള ബി എക്സ് വൈയും ബി വൈ എക്സും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടണം? ഒരു ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആയിട്ടുള്ള ഒരു വാല്യൂ നമുക്ക് കിട്ടണം. അതായത് എപ്പോഴും അത് 1 അല്ലെങ്കിൽ അതിലേക്ക് താഴെയായിരിക്കും വരിക. അപ്പൊ സപ്പോസ് ഒന്ന് ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ, ഓക്കെ, ഒരു വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ രണ്ടാമത്തെ വാല്യൂ എത്രയായിരിക്കണം? ഒബ്വിയസ്ലി എന്തായിരിക്കണം മക്കളെ? അത് ലെസ് ദാൻ 1 ആയിരിക്കണം. സോ യുവർ ആൻസർ ഇസ് ലെസ് ദാൻ 1. ഓക്കെ, ഇനി അടുത്തത് ഐഡന്റിഫൈയിങ് റിഗ്രഷൻ ലൈൻസ് ആണ്. നമുക്ക് 2 ഇക്വേഷൻസ് തരും. എന്നിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഇത് നോക്കി, ഇവിടെ ഐഡന്റിഫൈ റിഗ്രഷൻ എക്സ് ഓൺ വൈ ആൻഡ് വൈ ഓൺ എക്സ് എന്നായിരിക്കും. അല്ലെങ്കിൽ ഫൈൻഡ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് വൈ ഓൺ എക്സ് ആൻഡ് എക്സ് ഓൺ വൈ. അതായത് തന്നിട്ടുള്ള ഇക്വേഷൻസിൽ ഏതാണ് റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് എക്സ് ഓൺ വൈ ആൻഡ് റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് വൈ ഓൺ എക്സ് എന്നുള്ളത്. അപ്പൊ നമ്മൾ ഇതിൽ ചെയ്യുന്ന ഒരു പ്രൊസീജിയർ ഉണ്ട്. നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്? 2 ഇക്വേഷൻസിൽ ഏതെങ്കിലും ഒരെണ്ണത്തിന് നമ്മൾ അസ്യൂം ചെയ്തങ്ങ് എടുക്കും. ഓക്കെ, അസ്യൂം 4x minus 5y plus 33 equal to 0 is x on y. Okay, നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. എക്സ് ഓൺ വൈ ആയിട്ട് എടുക്കുന്നതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? എക്സ് ഈക്വൽ ടു എന്ന് പറഞ്ഞ ഫോമിലേക്ക് ഇതിനെ മാറ്റി എഴുതുന്നു. ഓക്കെ, എന്നിട്ട് മറ്റതിനെ നമ്മൾ വൈ ഓൺ എക്സ് എന്നായിരിക്കുമല്ലോ എടുക്കുക. അതിനെ നമ്മൾ വൈ ഈക്വൽ ടു എന്ന് പറയുന്ന ഫോമിലേക്ക് മാറ്റി എഴുതുന്നു. അപ്പൊ നമുക്ക് 2 സെറ്റ് ഓഫ് എക്സ് ഈക്വൽ ടു വൈ ഈക്വൽ ടു എന്ന് പറഞ്ഞ് കിട്ടി. അപ്പം ഈ ഫസ്റ്റ് എക്സ് ഓൺ വൈ എന്ന് പറഞ്ഞ് നമ്മൾ മാറ്റി എഴുതിയതിലെ വൈന്റെ കോഎഫിഷ്യന്റ് എന്താണോ അതായിരിക്കും ബി എക്സ് വൈ കിട്ടുക. ഓക്കെ, ഇനി വൈ ഈക്വൽ ടു എന്ന് പറഞ്ഞ് നമ്മൾ എഴുതുന്നതിലെ എക്സിന്റെ കോഎഫിഷ്യന്റ് എന്താണോ അതാണ് ബി വൈ എക്സ് കിട്ടുക. ഓക്കെ, ഇനി നമ്മൾ തൊട്ട് മുന്നേ പഠിച്ച കൺസെപ്റ്റ് ബി വൈ എക്സ് ഇൻറ്റു ബി എക്സ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണോ അല്ലയോ ഒന്ന് ചെക്ക് ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് കൺക്ലൂഷനിലേക്ക് എത്താൻ പറ്റും. പ്രൊസീജിയർ മനസ്സിലായല്ലോ? നമുക്ക് ഈ പ്രോബ്ലം വെച്ച് ചെയ്തു വെക്കാം. അപ്പം ഞാൻ എടുത്തിരിക്കുന്നത് 4x minus 5y plus 33 equal to 0 എന്നുള്ളത് എക്സ് ഓൺ വൈ ആക്കി എടുത്തു. അപ്പോൾ എക്സ് ഓൺ വൈ ആക്കി എടുക്കുന്നതിന് എക്സ് ഈക്വൽ ടു എന്ന് പറഞ്ഞ് എഴുതുക. സോ എക്സ് ഈക്വൽ ടു എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം 4x ഈക്വൽ ടു 5y minus 33 എന്ന് എഴുതാം. അപ്പോൾ എക്സിനെ മാത്രം ബാക്കി വെക്കുമ്പോൾ എത്ര വരും? 5/4y minus 33/4 എന്ന് കിട്ടും അല്ലെ? അപ്പൊ ഇവിടുന്ന് വൈയുടെ കോഎഫിഷ്യൻസ് 5/4 അല്ലേ? വൈന്റെ കോഎഫിഷ്യൻസ് 5/4 ആയതുകൊണ്ട് ബി എക്സ് വൈ ഇസ് ഈക്വൽ ടു 5/4 എന്ന് കിട്ടി. ഒരു കോഎഫിഷ്യന്റ് നമുക്ക് കിട്ടി. ഇനി അടുത്തതില് ഇവിടുന്ന് y ഇസ് ഈക്വൽ ടു നോക്കി, അടുത്ത ഇക്വേഷൻ എന്താ? 20x minus 9y minus 107 is equal to 0. അപ്പോൾ ഇവിടെ നമുക്ക് ജസ്റ്റ് -9y മാത്രം വെച്ചിട്ട് ബാക്കി എല്ലാത്തിനെയും കൊണ്ടുപോകാം. സോ ഇവിടെ -20x പ്ലസ് 107 ആണെന്ന് കിട്ടും. ഇനി y is equal to എന്താ കിട്ടുക? 20/9x മൈനസ് 107/9 എന്ന് വരും. അപ്പൊ നോക്കിയേ, ഇവിടെ എക്സിന്റെ കോഎഫിഷ്യന്റ് എന്താണോ അതാണ് ബി വൈ എക്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ബി വൈ എക്സ് ഇസ് ഈക്വൽ ടു 20/9. ഇനി നമുക്കറിയാവുന്ന കൺസെപ്റ്റ് എന്താ? ബി എക്സ് വൈ ഇൻറ്റു ബി വൈ എക്സ് ചെക്ക് ചെയ്യാം. ഓക്കെ, 20/9 ആണ്, ഒന്ന് 5/4 ആണ്. സോ 5/4 ഇൻറ്റു 20/9 ചെയ്യാം. 20 ഇൻറ്റു 5 100/36. ഇത് ഗ്രേറ്റർ ദാൻ 1 അല്ലേ? ഗ്രേറ്റർ ദാൻ 1 അല്ലേ? പക്ഷെ നമ്മുടെ കൺസെപ്റ്റ് പ്രൈസ് എന്താണ്? ബി എക്സ് വൈ ഇൻറ്റു ബി വൈ എക്സ് ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. സോ നമ്മൾ എടുത്തതിൽ തെറ്റുണ്ട്. സോ അവർ അസംഷൻ ഇസ് റോങ്. അസംഷൻ റോങ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റത്തെ ഇക്വേഷൻ എക്സ് ഓൺ വൈ എന്നുള്ളത്, അതായത് നമ്മൾ ഇതിനെയാണ് എക്സ് ഓൺ വൈ എടുത്തത്, പക്ഷെ അതേതായിരുന്നു? വൈ ഓൺ എക്സ് ആണ്. സോ 4x minus 5y plus 33 equal to 0 is y on x. ഓക്കെ, ഇനി അടുത്തത് എന്ത് വരും? 20x minus 9y minus 107 equal to 0 is x on y. ഇതാണ് കൺക്ലൂഷൻ. ക്ലിയർ ആയോ? യെസ്. ഇനി നമുക്ക് 2 ഇക്വേഷൻസ് തന്നിട്ടുണ്ട്. ഇവിടെ വെച്ച് നമ്മൾ മീൻ വാല്യൂസ് ഓഫ് എക്സ് ആൻഡ് വൈ നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, എക്സിന്റെയും വൈന്റെയും മീൻ വാല്യൂസ് കണ്ടുപിടിക്കണം. നമുക്ക് 2 ഇക്വേഷൻസ്, റിഗ്രഷൻ ഇക്വേഷൻസ് തന്നിട്ടുണ്ട്. നമ്മളിവിടെ മനസ്സിലാക്കേണ്ട കൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 2 റിഗ്രഷൻ ലൈൻസ് ഉണ്ടെങ്കിൽ അവർ കോയിൻസൈഡ് ചെയ്യുന്ന പോയിന്റ് ഉണ്ടാവില്ല മക്കളെ. അതായത് അവർ മീറ്റ് ചെയ്യുന്ന പോയിന്റ്, അവരൊരു സ്ഥലത്ത് ഇന്റർസെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ പോയിന്റ് എക്സ് ബാർ വൈ ബാർ എന്നുള്ള പോയിന്റ് ആയിരിക്കും. എന്താ എക്സ് ബാർ? എക്സ് ബാർ എന്ന് പറഞ്ഞാൽ മീൻ വാല്യൂ ഓഫ് എക്സ്. ഓക്കെ, ഇനി വൈ ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീൻ വാല്യൂ ഓഫ് വൈ. ക്ലിയർ? അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. ഇനി എങ്ങനെയാണ് ഇന്റർസെക്റ്റിംഗ് പോയിന്റ് കണ്ടുപിടിക്കുക എന്നുള്ളത് നോക്കി.
നമുക്ക് രണ്ട് ലൈൻസ് ഇങ്ങനെ ഉണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് ഒരു 3x പ്ലസ് 2y മൈനസ് 23 ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ ലൈൻ ഉണ്ട്. ഈ ഇപ്പൊ ബ്ലൂ ലൈനിൽ ഞാൻ ഒരു x പ്ലസ് 2y മൈനസ് 17 ആയിട്ട് നമുക്ക് തന്നിട്ടുള്ള ഇക്വേഷൻ ആക്കി എടുത്തു. അപ്പൊ ഇവർ രണ്ടുപേരും ഒരു സ്ഥലത്ത് മീറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഒരു ഇന്റർസെക്റ്റിംഗ് പോയിന്റ് ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ x ബാർ y ബാർ എന്ന് പറഞ്ഞ പോയിന്റ് രണ്ട് ലൈനിലും കോമൺ ആയിട്ട് ഉണ്ട് എന്നുള്ളതാണ് മീനിങ് അല്ലെ. ഒരു പോയിന്റ് രണ്ട് ഇക്വേഷനിൽ വരുന്നോണ്ടല്ലേ അവർ ഒരു ഇന്റർസെക്ട് ചെയ്യുന്നത് രണ്ട് ലൈനും. അപ്പൊ നമുക്ക് ഇവിടെയുള്ള എക്സിനും വൈക്കും പകരം എന്തിട്ട് കൊടുക്കാം? എക്സ് ബാർ വൈ ബാർ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് രണ്ടും സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സംഭവം കിട്ടി. അതായത് 3x ബാർ പ്ലസ് 2y ബാർ മൈനസ് 23 അല്ലെങ്കിൽ ഈക്വൽ ടു 23 എന്നിടുക. പിന്നെയോ ഇവിടെ എക്സ് ബാർ പ്ലസ് 2y ബാർ ഈക്വൽ ടു 17 എന്ന് വരും. ഈ രണ്ട് ഇക്വേഷൻസ് സോൾവ് ചെയ്താൽ മതി. രണ്ട് ഇക്വേഷൻസ് സോൾവ് ചെയ്യാനൊക്കെ നമുക്ക് അറിയാം അല്ലെ. എങ്ങനെ നമ്മൾ സോൾവ് ചെയ്യുന്നത്? ഇവിടുന്ന് 3x ബാർ മൈനസ് സബ്ട്രാക്ട് ചെയ്യുക. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഇവിടെ രണ്ട് സ്ഥലത്തും 2y ബാർ ഉണ്ട്, അതങ്ങ് 0 ആയി പോയിക്കോളും. നിങ്ങൾക്ക് എക്സ് ബാറിന്റെ ടേംസിൽ എക്സ് ബാറിന്റെ വാല്യൂ കിട്ടും. ഓക്കെ, ഇനി 3x ബാർ മൈനസ് എക്സ് ബാർ എന്ന് പറഞ്ഞാൽ 2x ബാർ ആണ്. 23 മൈനസ് 17 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 ആണ്. അപ്പൊ നമുക്ക് എക്സ് ബാർ എന്ത് കിട്ടും? 3 ആണെന്ന് കിട്ടും. എക്സ് ബാർ 3 കിട്ടി. ആ എക്സ് ബാറിനെ എടുത്ത് ഇതിലുള്ള ഏതെങ്കിലും ഒരു ഇക്വേഷനിലേക്ക് ഇടുക. സോ പുട്ട് എക്സ് ബാർ ഇൻ ഇത് 2 ഇക്വേഷൻ 1ഉം 2 ആയിട്ട് അപ്പോൾ 2ൽ ഇടുക എന്ന് വിചാരിക്കാം. സോ എന്ത് വരും? 3 പ്ലസ് 2y ബാർ ഈക്വൽ ടു 17. അപ്പോൾ 2y ബാർ ഈക്വൽ ടു 17 മൈനസ് 3 14. അപ്പോൾ y ബാർ എന്ത് വരും? 7 വരും. 14 by 2 7 വരും. ഓക്കെ, സോ യുവർ മീൻ വാല്യൂസ് ആർ എക്സ് ബാർ ഇസ് ഈക്വൽ ടു 3, y ബാർ ഇസ് ഈക്വൽ ടു 7. കിട്ടി. സിമ്പിൾ അല്ലേ? അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഇക്വേഷൻ സോൾവ് ചെയ്താൽ മതി. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ഇങ്ങനെ നിങ്ങൾ രണ്ട് ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ ചിലപ്പം ഇപ്പം ഒന്ന് 3x ബാർ പ്ലസ് 4y ബാർ ഈക്വൽ ടു ഒരു 20യും ഒരു 2x ബാർ പ്ലസ് ഒരു 5y ബാർ ഈക്വൽ ടു 19 ആണെന്ന് വിചാരിക്കും. അപ്പോൾ ഈ കേസിൽ നമ്മൾ ജസ്റ്റ് സബ്ട്രാക്ട് ചെയ്തപ്പോൾ തന്നെ എന്തായി? 2y ബാർ ക്യാൻസൽ ആയിട്ട് എക്സിന്റെ ടേംസിൽ മാത്രം കിട്ടി. പക്ഷേ ഇങ്ങനെ വരുന്ന കേസിൽ നമ്മൾ എന്ത് ചെയ്യണം? കോഎഫിഷ്യൻസ് സെയിം ആക്കി, ഏതെങ്കിലും ഒരു കോഎഫിഷ്യന്റ് സെയിം ആക്കുക, എന്നാലേ സബ്ട്രാക്ഷൻ നടക്കുള്ളൂ അല്ലേ. അപ്പോൾ നിങ്ങളിപ്പോൾ എക്സ് ബാറിനെ സെയിം ആക്കണമെന്നുണ്ടെങ്കിൽ ത്രൂ ഔട്ട് നിങ്ങൾ ഈ ഫസ്റ്റ് ഇക്വേഷൻ ഒരു 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക, ഇതിനെ മൊത്തത്തിൽ 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് ഈ 3 വെച്ച് നമ്മൾ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഇവിടുത്തെ 2 വെച്ച് മേലെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ എന്തായി? 6x ബാർ എന്ന് കിട്ടി. പ്ലസ് 4 into y 8 വരും, മൈനസ് ഈക്വൽ ടു 20 into 2 40 വരും. അങ്ങനെ മൊത്തത്തിൽ ഇക്വേഷൻ സബ്ട്രാക്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇവിടുന്ന് y ബാറിന്റെ ടേംസിൽ കിട്ടും. ആ y ബാറിനെ എടുത്ത് വേറെ ഇക്വേഷൻ ഇട്ട് കഴിഞ്ഞാൽ എക്സ് ബാറും കിട്ടും. സിമ്പിളാണ്. അപ്പോൾ ഇവിടുന്ന് സൊല്യൂഷൻ സോൾവ് ചെയ്യുന്നതിലെ കാര്യങ്ങൾ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, ഇത്രയൊക്കെ ഉള്ളൂ നമുക്ക് റിഗ്രഷനിൽ പഠിക്കാൻ. അടിപൊളിയായിട്ട് നിങ്ങൾക്ക് നിന്നുള്ള ഫുൾ മാർക്സും സ്കോർ ചെയ്യാം.